എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഇപ്പോൾ അപേക്ഷിക്കാവുന്ന ഒരു സ്കോളർഷിപ്പിനെ കുറിച്ചാണ് പറയുന്നത്. APJ അബ്ദുൽ കലാം സ്കോളർഷിപ്പ് എന്നാണ് സ്കോളർഷിപ്പിന്റെ പേര്. ഇത് ലഭിക്കുക സർക്കാർ എയ്ഡഡ്, സർക്കാർ അംഗീകൃത സ്വാശ്രയ പോളിടെക്നിക്കുകളിൽ 3 വർഷ ഡിപ്ലോമ കോഴ്സുകൾക്ക് പഠിക്കുന്ന ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്കാണ് അപേക്ഷിക്കാവുന്നത്. കേരളത്തിൽ പഠിക്കുന്ന സ്ഥിരതാമസക്കാരായ വിദ്യാർത്ഥികളായിരിക്കണം. സ്കോളർഷിപ്പ് തുക 6000 രൂപയാണ്. BPL വിഭാഗത്തിൽ പെടുന്നവർക്കാണ് മുൻഗണന. പക്ഷേ BPLന്റെ അഭാവത്തിൽ APLകാർക്കും സ്കോളർഷിപ്പ് ലഭിക്കുന്നതാണ്. 8 ലക്ഷം രൂപ വരെ വാർഷിക വരുമാനമുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. ഇതിന്റെ പ്രത്യേകത എല്ലാ വർഷക്കാർക്കും അപേക്ഷിക്കാം എന്നുള്ളതാണ്. പക്ഷേ ഒറ്റത്തവണ മാത്രമേ ഈ സ്കോളർഷിപ്പ് ലഭിക്കുകയുള്ളൂ. 1-ാം വർഷം അപേക്ഷിച്ച് സ്കോളർഷിപ്പ് തുക പാസ്സായെങ്കിൽ പിന്നെ അടുത്ത വർഷം നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുകയില്ല. അതുപോലെ 1-ാം വർഷം അപേക്ഷിച്ചു നിങ്ങൾക്ക് തുക പാസ്സായില്ലെങ്കിൽ നിങ്ങൾക്ക് അടുത്ത വർഷങ്ങളിലും അപേക്ഷിക്കാവുന്നതാണ്. പക്ഷേ തുക പാസ്സാവുന്നത് ഒറ്റത്തവണ മാത്രമായിരിക്കും. അപ്പോൾ ആദ്യത്തെ വർഷം അപേക്ഷിക്കാൻ വിട്ടുപോയവർക്കും 2-ാം വർഷമോ 3-ാം വർഷമോ പഠിക്കുന്നവർക്കും അപേക്ഷിക്കാവുന്നതാണ് ഈ സ്കോളർഷിപ്പിന്റെ പ്രത്യേകത. സ്കോളർഷിപ്പിൽ 30% പെൺകുട്ടികൾക്കായി സംവരണം ചെയ്തിട്ടുണ്ട്. പെൺകുട്ടികളുടെ അഭാവത്തിൽ ആ സ്കോളർഷിപ്പുകൾ ആൺകുട്ടികൾക്ക് ആയി പരിഗണിക്കുന്നതാണ്. ഓർക്കുക, നിങ്ങളുടെ മാർക്കിന്റെയും വരുമാനത്തിന്റെയും അടിസ്ഥാനത്തിലാണ് ഈ സ്കോളർഷിപ്പ് തുക പാസ്സാവുന്നത്. ഇനി അപേക്ഷിക്കേണ്ടത് www.minorityWelfare.kerala.gov.in എന്ന വെബ്സൈറ്റ് മുഖേനയാണ്. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി 3-ാം തീയതിയാണ്. 3/2/2025 ഫെബ്രുവരി 3-ാം തീയതി. അപേക്ഷ സമർപ്പിച്ചതിന് ശേഷം അപേക്ഷയുടെ പ്രിന്റ് ഔട്ടും ഇനിയും പറയുന്ന സപ്പോർട്ടിംഗ് രേഖകളും അടക്കം സ്ഥാപന മേധാവിക്ക് 5-ാം തീയതിക്കുള്ളിൽ സമർപ്പിക്കണം. അവ SSLC ബുക്കിന്റെ അല്ലെങ്കിൽ +2ന്റെ VHSCയുടെ ഏതാണോ നിങ്ങൾക്ക് ആപ്ലിക്കബിൾ ആയത് അതിന്റെ മാർക്ക് ലിസ്റ്റ്, അലോട്ട്മെന്റ് മെമ്മോയുടെ പകർപ്പ്, ആദ്യ വർഷം നിങ്ങൾക്ക് ലഭിക്കുന്ന അലോട്ട്മെന്റ് മെമ്മോയുടെ പകർപ്പ്, അപേക്ഷകരുടെ സ്വന്തം പേരിലുള്ള ബാങ്ക് പാസ്ബുക്കിന്റെ 1-ാമത്തെ പേജിന്റെ പകർപ്പ്, അതിൽ നിങ്ങളുടെ പേര്, IFSC കോഡ്, അക്കൗണ്ട് നമ്പർ, ബ്രാഞ്ച് കോഡ്, ബ്രാഞ്ചിന്റെ അഡ്രസ് എന്നിവ ഉണ്ടായിരിക്കണം. ആധാർ കാർഡിന്റെ പകർപ്പ്, നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റിന്റെ പകർപ്പ്, കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ മൈനോറിറ്റി സർട്ടിഫിക്കറ്റിന്റെ പകർപ്പ്, വരുമാന സർട്ടിഫിക്കറ്റ്, റേഷൻ കാർഡിന്റെ പകർപ്പ്. ഇത്രയും രേഖകളാണ് നിങ്ങൾക്ക് അപേക്ഷയോടൊപ്പം നിങ്ങൾ പഠിക്കുന്ന സ്ഥാപനത്തിൽ ഹാജരാക്കേണ്ടത്. ഇനി ശ്രദ്ധിക്കുക, സർട്ടിഫിക്കറ്റുകൾ നിങ്ങൾ വെക്കുമ്പോൾ വരുമാന സർട്ടിഫിക്കറ്റ് ഫാമിലി ഇൻകം ആയിരിക്കണം, പേഴ്സണൽ ഇൻകം ആയിരിക്കരുത്. നിങ്ങൾ സർട്ടിഫിക്കറ്റിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും ഫാമിലി ഇൻകം ആണോ പേഴ്സണൽ ഇൻകം ആണോ എന്ന്. അങ്ങനെ ഫാമിലി ഇൻകം എന്ന് മെൻഷൻ ചെയ്തിട്ടുള്ള 8 ലക്ഷം രൂപയിൽ താഴെയുള്ള സർട്ടിഫിക്കറ്റുകളാണ് അപേക്ഷയോടൊപ്പം ഹാജരാക്കേണ്ടത്. അതേപോലെ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റും നിങ്ങൾക്ക് ഇപ്പോൾ ലഭിക്കുന്ന നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് ലൈഫ് ലോങ് ഉപയോഗിക്കാവുന്നതാണ്. അതായത് ഒരു തവണ അപേക്ഷിച്ചാൽ മറ്റുള്ള എല്ലാ ആവശ്യങ്ങൾക്കും ഈ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റിന്റെ പ്രിന്റ് അപേക്ഷയോടൊപ്പം സമർപ്പിച്ചാൽ മതിയാവും. ആ സർട്ടിഫിക്കറ്റിന്റെ കാലാവധി മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. നേരത്തെയൊക്കെ എല്ലാ വർഷവും ഓരോ ആവശ്യത്തിനായിരുന്നു നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് എടുക്കുന്നത്. ഇപ്പോൾ അത് ലൈഫ് ലോങ് ആണ്. ഈ ഒരൊറ്റ സർട്ടിഫിക്കറ്റ് മതി എല്ലാ ആവശ്യങ്ങൾക്കും നിങ്ങൾക്ക് ഉപയോഗിക്കാം. അപ്പം സർട്ടിഫിക്കറ്റിന്റെ വാലിഡിറ്റി സർട്ടിഫിക്കറ്റിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും, അത് ശ്രദ്ധിക്കുക. അതേപോലെ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റിന്റെ പകർപ്പ് 3 വർഷത്തേനാണ് ഇപ്പോൾ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നത്. നേരത്തെ അത് 1 വർഷമായിരുന്നു. അപ്പോൾ നിങ്ങൾ അപേക്ഷ സമർപ്പിക്കുമ്പോൾ നോക്കുക, സർട്ടിഫിക്കറ്റിന്റെ വാലിഡിറ്റി 3 വർഷമുള്ള സർട്ടിഫിക്കറ്റിന്റെ പകർപ്പായിരിക്കണം നിങ്ങൾ വെക്കേണ്ടത്. അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ തൊട്ടടുത്തുള്ള അക്ഷയ കേന്ദ്രത്തിൽ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റിന്, കമ്മ്യൂണിറ്റിക്ക്, മൈനോറിറ്റിക്ക്, വരുമാനത്തിനെല്ലാം നിങ്ങളുടെ തൊട്ടടുത്തുള്ള അക്ഷയ കേന്ദ്രത്തിൽ സമീപിച്ചാൽ അവരെ അപേക്ഷ സമർപ്പിച്ച സർട്ടിഫിക്കറ്റ് തരുന്നതാണ്. അതുപോലെ മൈനോറിറ്റി സർട്ടിഫിക്കറ്റ് 1 വർഷമാണ് അതിന്റെ വാലിഡിറ്റി. അതും ഇതിലേതെങ്കിലും ഒന്ന് വെച്ചാൽ മതി, കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ മൈനോറിറ്റി. അപ്പോൾ ഇത്രയും രേഖകളും അടക്കം നിങ്ങൾ സ്ഥാപന മേധാവിക്ക് 5-ാം തീയതിക്കുള്ളിൽ സമർപ്പിച്ചാൽ മതിയാവും. ഇനി അപേക്ഷ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോയും സിഗ്നേച്ചറും ആവശ്യമുണ്ടാവും. അപേക്ഷയിൽ ലോഡ് ചെയ്യാനുണ്ടാവും, അതും നിങ്ങളുടെ കയ്യിൽ കരുതുക. അപ്പോൾ ഇതുവരെ അപേക്ഷിക്കാത്തവർക്കും കഴിഞ്ഞ വർഷം അപേക്ഷിക്കാൻ വിട്ടുപോയവർക്കും ഒക്കെ ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ്.
അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് അപേക്ഷിക്കുക. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനിയും ഇതുപോലെയുള്ള വീഡിയോയുമായിട്ട് നമ്മൾ വീണ്ടും കാണുന്നത് വരെ ബൈ ബൈ.